ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 8-ലെ 6-ാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപഃ സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ. കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവിൻ്റെ 50 വയസ്സ് തികയുന്ന പകൽ അവസാനിച്ചപ്പോൾ ബ്രഹ്മാവും അദ്ദേഹം സൃഷ്ടിച്ച സകലതും ഭഗവാനിൽ ലയം പ്രാപിച്ചു. അങ്ങനെ വിശ്വം മുഴുവൻ ഒരു ജലപ്രളയം ആയിത്തീർന്നു എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ. തവൈവ, തവ ഏവ, തവ അങ്ങയുടെ, ഏവ തന്നെ, തവൈവ അങ്ങയുടെ തന്നെ, വേഷേ രൂപമായ, തവൈവ വേഷേ എന്നാൽ അങ്ങയുടെ തന്നെ രൂപമായ, അല്ലയോ ഭഗവാനെ അങ്ങയുടെ തന്നെ രൂപമായ, ഫണിരാജിശേഷേ, ഫണി എന്നാൽ പാമ്പ്, ഫണിരാജി സർപ്പരാജാവായ, ശേഷേ ആദിശേഷനിൽ, ജലൈകശേഷേ ജലൈക ജലം ഏക, ജലം മാത്രം, ഏക എന്നാൽ ഒന്നു മാത്രം, ജലൈക ജലം ഒന്നു മാത്രം, ശേഷേ ശേഷിച്ച ജലം ഒന്നു മാത്രം ബാക്കിയായ, ഭുവനേ ഭുവനത്തിൽ ഈ പ്രപഞ്ചത്തിൽ ജലം മാത്രം അവശേഷിച്ച ഈ പ്രപഞ്ചത്തിൽ, സ്മശേഷേ ശയിക്കുകയായിരുന്നു അങ്ങ്. അങ്ങയുടെ തന്നെ രൂപമായ സർപ്പരാജാവായ ആദിശേഷനിൽ ജലം മാത്രം അവശേഷിക്കുന്ന ഈ ഭുവനത്തിൽ ശയിക്കുകയായിരുന്നു അങ്ങ്. അപ്പോൾ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപഃ സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ. ആനന്ദസാന്ദ്രാനുഭവം, ആനന്ദസാന്ദ്രാനുഭവം എന്നാൽ ഘനീഭവിച്ച പരമാനന്ദത്തിൻ്റെ, പരിപൂർണമായ ആനന്ദാനുഭവത്തിൻ്റെ സ്വരൂപഃ, ആനന്ദാനുഭവ സ്വരൂപനായിട്ടുള്ള, പരിപൂർണമായ ആനന്ദാനുഭവ സ്വരൂപനായിട്ടുള്ള അങ്ങ് സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ. സ്വയോഗനിദ്ര സ്വന്തം യോഗനിദ്രയിൽ, പരിമുദ്രിത ആത്മാ പരിമുദ്രിത മുഴുകിയ ആത്മാ ആത്മാവായിത്തീർന്നു. അതായത് ആദിശേഷൻ്റെ മുകളിൽ പരിപൂർണമായ പരമാനന്ദാനുഭവ സ്വരൂപനായിട്ട് അങ്ങ് യോഗനിദ്രയിൽ ലയിച്ചു എന്നാണ് ഈ രണ്ടാമത്തെ 2 വരിയിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ഈ വിശ്വത്തിൽ ഏകമായി അവശേഷിച്ച ആ കാരണജലത്തിൽ ഭഗവാന്റെ തന്നെ രൂപമായ ആദിശേഷൻ്റെ മുകളിൽ പരിപൂർണമായ പരമാനന്ദാനുഭവ സ്വരൂപനായിട്ട് അങ്ങ് യോഗനിദ്രയെ പ്രാപിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപഃ സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപഃ സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ. 7-ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.